സ്റ്റാർട്ടിങ്ങിൽ ഇന്നലെ വന്നപ്പോ എന്താ തോന്നി? അങ്ങനെയല്ല, ക്ലാസ് തരാൻ വേണ്ടി വന്നില്ലേ? എനിക്ക് സത്യം പറഞ്ഞാൽ ഒന്നും അറിയില്ല. ഞാൻ ആദ്യം ഡ്രൈവിംഗ് മറ്റേ സ്കൂളിൽ പോയി പഠിച്ചപ്പോ എന്തെങ്കിലും ഉണ്ടായിരുന്നു, അത് ഫുള്ള് മറന്നു. അത് 3-4 മാസമായി, 2-3-4 മാസമായി. സങ്കല്പം എന്തേന്ന് വന്നപ്പോ എങ്ങനെയൊക്കെ പഠിക്കും എന്നുള്ളതായിരുന്നു. അതായത് ഇപ്പൊ നമ്മള് ഈ മെയിൻ റോഡ് മാത്രം ഇങ്ങനെ പോയിട്ട് തൽക്കാലം ഒന്ന് റെഡി ആക്കാന്നൊക്കെ അല്ലേ കരുതി? അതോ എനിക്കറിയില്ല ഇതിനെ കുറിച്ചൊന്നും. പിന്നെ നിങ്ങള് ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോ ഇതാണ് ബെറ്റർ, ഉള്ള ഒട്ടുകൂടെ അതേമാതിരി ഇങ്ങനെയുള്ള കേടുള്ള ഒട്ടുകൂടെ അപ്പൊ നമുക്ക് ഒന്നുകൂടെ നല്ലത് അതല്ലേ. അപ്പൊ അങ്ങനെ ഓരോന്നെ പറ്റി ഞാൻ പറഞ്ഞപ്പോഴാണ് മനസ്സിലായി. അതിന്റെ ഇതിപ്പോ നിങ്ങൾ നല്ല റോഡ് കൂടെ കൊണ്ടുപോയി വെച്ചോ. ഞാനെന്താ അതന്നെയാണ് ചെയ്തത്. പക്ഷെ നമ്മൾ ടഫായിട്ടുള്ള റോഡ് കൂടെ പോകുമ്പോ നമുക്ക് നല്ല റോഡ് കണ്ടു കഴിഞ്ഞാൽ കുറച്ചുകൂടെ ഈസി ആവും. പട്ടപ്പാടി ചുരം വരെ കയറി ഇറങ്ങിയില്ലേ? ഞാന് വേറൊരു വണ്ടിയിൽ പോലും ചുരത്തുമ്പോ അങ്ങനെ കയറിയിട്ടില്ല. എന്നിട്ട് സ്വന്തം വണ്ടിയും കൂടെ ചുരത്തൊക്കെ ഇറങ്ങി പോയിരുന്നത്. അതും ഓടിക്കാൻ അറിയാത്ത ഞാന്. ഇനി ഓടിക്കാൻ അറിയില്ല എന്ന് പറയാൻ പറ്റുമോ? ഞാൻ വണ്ടി അടുത്ത് വരുമ്പോ ചിലപ്പോ പേടി വരുമോന്ന് അറിയില്ല. നിങ്ങൾ പഠിത്തതുകൊണ്ട് എന്താന്ന് അറിയില്ല. എനിക്കിപ്പോ ഓട്ടാൻ വയ്ക്കുന്നൊക്കെ ഒരു കോൺഫിഡൻസ് ഉണ്ട്. ഇപ്പൊ 2-3 ഇപ്പൊ 3ാമത്തെ സ്ഥലത്തല്ലേ ഇപ്പൊ ക്ലാസ്സിന് വരുന്നത് അല്ലേ? എന്തായാലും ഫസ്റ്റത്തത് ഞാൻ ഓക്കെന്ന് ഒരിക്കലും പറയില്ല. അതിന് അല്ല, ഈ 3 ക്ലാസ്സിന്ന് രീതിയിൽ എന്തെങ്കിലും നിങ്ങൾ ശരിക്കും എങ്ങനെയാണോ ഒരു പ്രൊഫഷണൽ ആയിട്ട് എങ്ങനെ ഒരു ക്ലാസ് എടുത്തില്ല, അതുപോലെ നിങ്ങളുടെ ക്ലാസ്. മറ്റേതൊക്കെ എന്നാലും നമുക്ക് ഈ മീറ്റർ ബോർഡില് എനിക്ക് തോന്നുന്നു എന്താ അവര് അങ്ങനെ കാണിച്ചിട്ടൊക്കെ പഠിപ്പിച്ചത്. ഏതാ ബെറ്റർ എന്ന് എനിക്ക് അറിയില്ല കേട്ടോ. എന്തായാലും ഞാൻ വീട്ടിൽ സംസാരിച്ചപ്പോ നിങ്ങള് പറഞ്ഞ കാര്യങ്ങളും ഇതെല്ലാം പറഞ്ഞപ്പോ നിങ്ങൾ പ്രൊഫഷണൽ ആയിട്ടാണ് ക്ലാസ്സും കാര്യങ്ങളും ഒക്കെ. ശരിക്കും നമ്മൾ മീറ്റർ ബോർഡെല്ലാം വെച്ച് നോക്കണ്ടേ, അതിന്റെ വണ്ടിന്റെ മൂവിങ് അനുസരിച്ചിട്ട് വേണം നമ്മൾ വണ്ടിയൊക്കെ ഓടിക്കാന്ന് ഒക്കെ നിങ്ങൾ പറഞ്ഞപ്പോൾ അതേവരെ വീട്ടിൽ സംസാരിച്ചപ്പോൾ അവരൊക്കെ പറഞ്ഞതാണ്. ഇതാണ് ശരിക്കുമുള്ള ക്ലാസ്. അതിന്റെ മാറ്റാണ് ഈ എന്തുണ്ടായത്? എത്ര സമയം കൊണ്ടാ മാറ്റം വന്ന്? എന്തായാലും ഇന്നലെ ഇന്നല്ലേ ഇപ്പൊ ക്ലാസ് തന്നോളൂ അല്ലേ? 2 ദിവസം ക്ലാസ് കാരണം ഇന്നലെ ഉച്ച വരെ അല്ലേ? ഒരു ദിവസത്തെ ഫുള്ള് ക്ലാസ് നടക്കൂട്ടാ അല്ലേ? അതിന്റെ പകുതി ആയപ്പോഴത്തേന് ഞാൻ ഓടിക്കല് അത്യാവശ്യം നന്നായി. പിന്നെ നമ്മൾ ഉപയോഗിച്ച വഴികള് ആ വഴി കൂടെ ഇങ്ങനത്തെ റോഡ് കൂടി ഓട്ടി പഠിച്ചു കഴിഞ്ഞാൽ ഒരിക്കലും ഒരു മനുഷ്യനും പിന്നെ ഡ്രൈവിംഗ് മറക്കില്ല. അല്ല, അവിടെ റിസ്ക് എടുത്തോണ്ടാണ് ഇപ്പൊ ഇവിടുന്ന് ഇപ്പൊ പുറകിലിരുന്നിട്ടും ഇപ്പൊ ഈ ഗട്ടറിലെ വഴി കൂടെ ഓടിച്ചു പോകാൻ പറ്റണത്.